അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. സൂറത്ത് തൗബ 24-ാമത്തെ ആയത്താണിത്. നമ്മളിപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിലാണുള്ളത്. എല്ലാവരും ലോക മുസ്ലിങ്ങൾ പ്രവാചകനെ ഓർത്തുകൊണ്ടിരിക്കുന്ന മാസം, പ്രവാചകൻ്റെ ജനനവും മരണവും നടന്നു എന്ന് അറിയപ്പെടുന്ന മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഇവിടെ ഈ ഒരു ആയത്ത് പ്രവാചക സ്നേഹം വിളിച്ചോതുന്ന ഒരു ആയത്താണ്. ഖുൽ, നബിയെ പറയുക, ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കളും, വ അബ്നാഉക്കും, സന്താനങ്ങളും, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാരും, വ അസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാരും, വ അശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുജനങ്ങളും, വ അംവാലും, നിങ്ങളുടെ ധനങ്ങളും, അംവാലുൻ യഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചു വെച്ച മുതലുകളും, വ തിജാറത്തുൻ, നിങ്ങളുടെ കച്ചവടം, അത് തഖ്ശൗന കസാദഹ, അതായത് മുടങ്ങിപ്പോകുമെന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളും, വ മസാക്കിന തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങളും, അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെങ്കിൽ, മിനല്ലാഹി, അള്ളാഹുവിനേക്കാളും, വ റസൂലിഹി, അവൻ്റെ പ്രവാചകനേക്കാളും, വ ജിഹാദും ഫീ സബീലിഹി, അവൻ്റെ മാർഗത്തിലുള്ള സമരത്തേക്കാളും, ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നുകൊള്ളുവിൻ, ഹത്താ യഅ്തി അല്ലാഹു ബി അംരിഹി, അള്ളാഹു അവൻ്റെ കൽപ്പന നടപ്പാക്കാൻ പോകുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, കുറ്റവാളികളായ ജനത്തിന് അള്ളാഹു മാർഗദർശനം അരുളുന്നതല്ല. മനുഷ്യരെ അജ്ഞതയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റാരേക്കാളും സ്നേഹം അർഹിക്കുന്നു എന്ന് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരാളോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത് ആ വ്യക്തിയുടെ സ്വഭാവവും സംസ്കാരവും നാം സ്വീകരിക്കുമ്പോഴാണ്. പ്രവാചക സ്നേഹമെന്നാൽ പ്രവാചകനെ എനിക്ക് വലിയ കാര്യമാണെന്ന് അവകാശപ്പെടലല്ല, മറിച്ച് പ്രവാചകനെ ഇത്തിബാ ചെയ്യലാണ്. പ്രവാചകനെ പ്രവാചകൻ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയങ്ങളും ആദർശങ്ങളും സ്വഭാവ മര്യാദകളും ഒക്കെ സ്നേഹത്തോടെ ജീവിതത്തിൽ പകർത്തലാണ്. ഇവിടെ നിങ്ങൾ സ്വന്തം സന്താനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും സമ്പത്തിനേക്കാളും കൂടുതൽ പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇവയെക്കാളെല്ലാം പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ സ്നേഹിക്കലാണ്. ആ ആദർശം ജീവിതത്തിൽ നടപ്പിലാക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. എങ്കിലേ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മൻ അഹ്യാ സുന്നത്തി, ആരെൻ്റെ സുന്നത്തിനെ ജീവിപ്പിച്ചുവോ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി, ആർ എന്നെ ഇഷ്ടപ്പെട്ടുവോ, കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. പ്രവാചക ജീവിതത്തിൽ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാം. പ്രവാചകൻ ത്വായിഫിലേക്ക് പോയ സംഭവത്തെക്കുറിച്ച് നമുക്കറിയാം. മക്കയിലെ ശത്രുക്കളിൽ നിന്നും തൽക്കാലത്തേക്കൊരു സമാധാനം കിട്ടാൻ തൻ്റെ ബന്ധുക്കളുടെ നാടായ ത്വായിഫിലേക്ക് പോയ പ്രവാചകനെ അവരെല്ലാം കൂടി എന്താ ചെയ്തത് നമുക്കറിയാം, ആട്ടിപ്പായിക്കുകയായിരുന്നു. ചോരയൊലിക്കുന്ന കാലുമായി ഈന്തപ്പനച്ചോട്ടിലിരിക്കുന്ന പ്രവാചകൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഈ 2 മലകൾക്കിടയിൽ ഇവരെ ഞെരിച്ചു കളയാമെന്ന്. എന്നാൽ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? അള്ളാഹുവേ, എൻ്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണേ, അവർ അറിവില്ലാതെ ചെയ്തു പോയതാണ്. ഇതാണ് പ്രവാചകൻ്റെ മാതൃക. 10 വർഷത്തെ മദീന ജീവിതത്തിന് ശേഷം മക്കയിലേക്ക് തിരിച്ചു വരുന്ന പ്രവാചകൻ്റെയും അനുയായികളുടെയും ഛേദോഹരമായ ഒരു ചിത്രമുണ്ട് ചരിത്രത്തിൽ. തന്നെയും തന്നിൽ വിശ്വസിച്ചവരെയും തുല്യതയില്ലാത്ത വിധം ദ്രോഹിക്കുകയും ആട്ടിപ്പുറത്താക്കുകയും ചിലരെ കൊന്നുതള്ളുകയും ചെയ്ത നാട്ടുകാരിലേക്കാണ്
ഒരുപാട് യുദ്ധങ്ങളിൽ വിജയക്കൊടി നാട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യസമേതം കടന്നു വരുന്നത്. സാധാരണ രീതിയിൽ ഒരു ചോരപ്പുഴ ഒഴുക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണത്. എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പോവുക, നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ്. ഇതാണ് പ്രവാചക മാതൃക. തൻ്റെ അനുയായികളെ വകവരുത്തിയവർക്കും നാട്ടിൽ നിന്ന് പുറത്താക്കിയവർക്കും വിദ്വേഷം നട്ടുവളർത്തിയവർക്കുമൊക്കെ അവർ തിരിച്ചു നൽകിയത് സ്നേഹമായിരുന്നു. അതിനാൽ കഠിന ശത്രുക്കൾ പോലും ആത്മമിത്രങ്ങളായി മാറി. എവിടെ മുഹമ്മദ്? അവൻ്റെ തല ഞാനിന്നെടുക്കും. അങ്ങനെ മുഹമ്മദിനെ കശാപ്പ് ചെയ്യണമെന്ന് ചെയ്യാനിറങ്ങിയ ഉമറിൻ്റെ നന്മക്ക് വേണ്ടി, അതായത് ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബിയുടെ തലയെടുക്കാൻ വേണ്ടി പുറപ്പെട്ട അങ്ങനെയുള്ള ഉമറിൻ്റെ നന്മക്ക് വേണ്ടി, ഇസ്ലാമിനെതിരെയുള്ള നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ തന്നെ ഇസ്ലാമിനെതിരെയുള്ള യുദ്ധങ്ങൾക്ക് നായകത്വം നൽകിയ അബൂജഹൽ അറിയാലോ. അങ്ങനെയുള്ള അബൂജഹലിന് വേണ്ടിയും പാതിരാവിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയുള്ള പ്രവാചകനെയാണ് നാം കണ്ടുമുട്ടുന്നത്. നമുക്കറിയാം, നമ്മളിൽ നിന്ന് പിന്നെ ഉദാഹരണത്തിന് നമുക്ക് പറയാം വേണമെങ്കിൽ പിന്നെ മോദി, അമിത് ഷാ, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അതേപോലെയുള്ള ആളുകളായിരുന്നു അന്ന് അബൂജഹലും ഉമറും ഒക്കെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാലൊരു ഉമറിനെ കൊണ്ടെന്ന് പറഞ്ഞിരുന്നു, അതൊന്ന് അബൂജഹലായിരുന്നു. പക്ഷേ പിന്നെ ഉമറിനെ നമുക്ക് പിന്നെ പ്രവാചകന് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു പ്രവാചകൻ. പിന്നെ ഉഹദ് യുദ്ധത്തിൽ പ്രവാചകനെയും അനുയായികളെയും അപായപ്പെടുത്തിയ പിന്നെ സൈനിക നീക്കം ഉണ്ടായിരുന്നല്ലോ. അതിന് നേതൃത്വം നൽകിയിരുന്നത് ഖാലിദ് ബിൻ വലീദായിരുന്നു. പിന്നീട് പ്രവാചകന് വേണ്ടി പ്രതിരോധിക്കുന്ന, പ്രവാചകന് ശേഷവും ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രതിബദ്ധതയുള്ള പടനായകനായാണ് അദ്ദേഹത്തെ നാം കാണുന്നത്, ഖാലിദ് ബിൻ വലീദിനെ. ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുന്നതല്ല. തിന്മയെ ഏറ്റവും മികച്ച നന്മ കൊണ്ട് പ്രതിരോധിക്കുക, അപ്പോൾ കഠിന ശത്രു പോലും ആത്മമിത്രമായി തീരുമെന്ന ഖുർആനിക തത്വത്തെ പ്രയോഗവൽക്കരിക്കുകയായിരുന്നു. നിങ്ങൾ പോകുന്ന നാടുകളിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഉണ്ടാകും. അവരെ ഉപദ്രവിക്കരുത്. വൃക്ഷങ്ങൾ മുറിച്ചു കളയരുത്. യുദ്ധത്തിന് പോകുന്ന സൈന്യത്തിന് ഭരണാധികാരിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട്ടുവീഴ്ചയില്ലാത്ത കൽപ്പനയാണ്. ഇങ്ങനെ യുദ്ധത്തിന് പോകുന്ന ആളുകളോട് ഇങ്ങനെയായിരുന്നു പറയുക. ഇപ്പോൾ ഇങ്ങനെയും ഒരു ഭരണാധികാരിയോ? സാധാരണ ഒരു നാട്ടിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞാൽ നാടിനെ നശിപ്പിക്കാനാണ് പോവുക. അപ്പം അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണിത്. അപ്പോൾ യുദ്ധത്തിലൊരു കുഞ്ഞ് കൊല്ലപ്പെട്ടത് അറിഞ്ഞപ്പോൾ അത് ശത്രുപക്ഷത്തെ കുഞ്ഞല്ലേ എന്ന് സൈനികർ പിന്നെ നബിയോട് പറഞ്ഞപ്പോൾ അതെൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇങ്ങനെ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ അഭിമുഖീകരിച്ച പ്രതിസന്ധി തന്നെയാണ് നാമും ഇന്ന് ഈ നാട്ടിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നബിയുടെ ജീവിതത്തിലെ 53 വർഷം മക്കയിലും 10 വർഷം മദീനയിലും അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു. ഐഹിക ജീവിതം സ്വസ്ഥമായി ജീവിക്കാനുള്ളതല്ലെന്ന് നിരന്തര പരീക്ഷണങ്ങളുടെ കാലമാണെന്നുമുള്ള സന്ദേശം നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളെ എങ്ങനെ യുക്തിപൂർവ്വം നേരിടാം എന്നതാണ് നാം അതിൽ നിന്ന് പഠിക്കേണ്ടത്. ലോക മുസ്ലിങ്ങൾ പല സ്ഥലത്തും ന്യൂനപക്ഷമായിരിക്കുമെന്നും ബഹുസ്വര സമൂഹത്തിലായിരിക്കും അവരുടെ ജീവിതമെന്നും ആ ജീവിതത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജനിച്ചു വളർന്ന നാട്ടിൽ പൗരത്വം നഷ്ടപ്പെടുക, സഞ്ചാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുക, സത്യവും നീതിയും ധർമ്മവും കുഴിച്ചുമുടപ്പെടുക, അതിനുവേണ്ടി നിലകൊള്ളുന്നവരെ ജയിലിലടക്കുക തുടങ്ങി നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നബിയുടെ ജീവിതത്തിലും കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്തിലൂടെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മാതൃകകൾ സൃഷ്ടിച്ചാണ് പ്രവാചകൻ്റെ ജീവിതം കടന്നുപോയത് എന്ന് നമുക്ക് കാണാം. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒട്ടും പകച്ചു നിൽക്കാതെ ശുഭാപ്തി വിശ്വാസത്തോടെ അതിനെ നേരിട്ടു എന്നതാണ് നബിയുടെ മാതൃക. അനുചരന്മാർ പ്രയാസപ്പെടുമ്പോൾ അവരെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നബിയെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. പ്രവാചകനെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെല്ലാവരും പ്രവാചകൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് പ്രവാചകൻ കാണിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് ജീവിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.